വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2026-27 അക്കാഡമിക് ഇയറിലോട്ട് കേരള ഗവൺമെൻറ് കീഴിൽ, അതായത് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് കെടാ വിളക്ക് സ്കോളർഷിപ്പ് 2026 അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ആർക്കൊക്കെ, അതായത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആർക്കൊക്കെ അപേക്ഷ കൊടുക്കാൻ സാധിക്കും, അതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷ നൽകാൻ സാധിക്കും തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ വീഡിയോകളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി വിട്ടു പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ, സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്താൻ. അപ്പോൾ നിലവിൽ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് കെടാ വിളക്ക് സ്കോളർഷിപ്പ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അതായത് ശ്രദ്ധിക്കുക, OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് 1ാം തരം മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന ഗവൺമെൻറ് അതേപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും OBC വിഭാഗത്തിൽപ്പെട്ട കാറ്റഗറിയിൽപ്പെട്ട നിശ്ചിത കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്കിതിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ജസ്റ്റ് നോക്കാം. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക, അതായത് ഓരോ ക്രൈറ്റീരിയ ശ്രദ്ധിക്കുക. ഒന്നാമത്തത് 1 മുതൽ 8 വരെ ക്ലാസ്സുകൾ പഠിക്കുന്ന OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളായിരിക്കണം. രണ്ടാമത് 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ കുടുംബ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ വർഷത്തെയും വിദ്യാർത്ഥി ഉദാഹരണത്തിന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ 1ാം ക്ലാസ്സിൽ ലഭിച്ച വിദ്യാർത്ഥികളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് മിനിമം 90% മാർക്ക് ഫൈനൽ പരീക്ഷയ്ക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് ഈ പറയുന്ന സ്കോളർഷിപ്പ് ലഭിക്കുക. ഇപ്പോൾ നിലവിൽ 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിക്ക് തൊട്ട് മുമ്പുള്ള ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് അവരുടെ വാർഷിക വരുമാനത്തിൻ്റെ കണക്കനുസരിച്ച് മാത്രമായിരിക്കും. ഇനി അതേപോലെ 2 മുതൽ 8 വരെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൽ മുൻ വർഷത്തെ വാർഷിക പരീക്ഷയിൽ 90% അതിൽ കൂടുതലും ഗ്രേഡുള്ളവർക്കാണ് അപേക്ഷ കൊടുക്കാൻ പാടുള്ളൂ. അത് 90% മാർക്ക് കിട്ടാത്തവർ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ജസ്റ്റ് വിദ്യാർത്ഥികൾക്ക് നോർമലി 90% മാർക്ക് ഫൈനൽ പരീക്ഷ കിട്ടിയ എല്ലാവർക്കും ഈ പറയുന്ന അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പ് അപേക്ഷ കൊടുക്കുന്നതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതെങ്ങനെയാണ് ഫിൽ ചെയ്യുന്നതൊക്കെ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചു തരാം. അതേപോലെ ശ്രദ്ധിക്കുക, കുടുംബ വാർഷിക വരുമാന പരിധി 2.5 ലക്ഷം രൂപയാണ്. അപ്പോൾ 2.5 ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി ഉള്ളവരും അതേപോലെ തന്നെ 90% മാർക്ക് കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്ക് ലഭിച്ചവരുമായിരിക്കണം. 1 മുതൽ 8 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. ഇനി അതേപോലെ ആർക്കൊക്കെ, അതായത് OEC, OBC, H വിഭാഗം വിദ്യാർത്ഥികളും മാർഗ്ഗദീപം എന്ന പേരിൽ സമാന സ്കോളർഷിപ്പ് പദ്ധതി നിലവിലുള്ളതിനാൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളും കെടാ വിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് അപേക്ഷിക്കേണ്ടതില്ല. ശ്രദ്ധിക്കുക, അതായത് OEC, OBC, H വിഭാഗം വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക, മാർഗ്ഗദീപം സ്കോളർഷിപ്പ് ഈ സെയിം കാറ്റഗറിയിൽപ്പെട്ട മറ്റൊരു സ്കോളർഷിപ്പാണ്. അപ്പോൾ അതിൽ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള മുസ്ലിം, ക്രിസ്ത്യൻ അത്തരത്തിലെ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കൊക്കെ ഈ പറഞ്ഞ മാർഗ്ഗദീപം പോലെയുള്ള സ്കോളർഷിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഈ പറയുന്ന സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ടവരുടെ ലിസ്റ്റും താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, അപേക്ഷ നിങ്ങൾക്ക് ജസ്റ്റ് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് അയക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ സ്കൂൾ പ്രവേശന സമയത്ത് ജാതി തെളിയിക്കുന്ന രേഖ ഹാജരാക്കിയിട്ടില്ലാത്തവർ അപേക്ഷയോടൊപ്പം ജാതി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജാതി തെളിയിക്കുന്ന രേഖ പ്രധാന അധ്യാപകരുടെ പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ 1, 5, 8 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഈ പറയുന്ന അപേക്ഷയോടുകൂടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഇനി അതേപോലെ തന്നെ ഏതെങ്കിലും വിദ്യാർത്ഥികൾ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന അപേക്ഷയോടൊപ്പം നിങ്ങൾ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ സൈഡ് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ എല്ലാവർക്കും സ്കോളർഷിപ്പ് ലഭിക്കണമെന്നില്ല. ഫണ്ടിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് ഉയർന്ന പഠന മികവിൻ്റെയും കുറഞ്ഞ കുടുംബ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് തുക ലഭിക്കുക. അതേപോലെ തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം വിദ്യാർത്ഥികളുടെ പേരുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് സ്കോളർഷിപ്പ് തുക ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് അപേക്ഷയോടൊപ്പം വിദ്യാർത്ഥികളുടെ സ്വന്തം പേരുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ പേരിൽ ഉണ്ടായിരിക്കണം. പിന്നെ അവസാന തീയതിക്ക് ശേഷം ലഭിക്കുന്നതോ അപൂർണമായിട്ടുള്ള അപേക്ഷകളോ പരിഗണിക്കുന്നതല്ല. അപ്പോൾ സെപ്റ്റംബർ 20-ാം തീയതി 2026 സെപ്റ്റംബർ 20 വരെയാണ് നിലവിൽ അപേക്ഷാ സമയം. അപ്പോൾ ഈ കാര്യം ഡേറ്റ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക, നേരത്തെ മാർഗ്ഗദീപം സ്കോളർഷിപ്പ് അപേക്ഷിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ LSS, USS, NMMS, NTSC തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകളിലെ മികവിൻ്റെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നവരെയും ഭിന്നശേഷി സ്കോളർഷിപ്പ്, സ്നേഹപുരം സ്കോളർഷിപ്പ് എന്നിവ ലഭിക്കുന്നവരും ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കേണ്ടതില്ല. അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രതിവർഷം 1500 രൂപയാണ് ഓരോ വർഷം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുക. ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ജസ്റ്റ് പ്രിൻ്റ് എടുക്കുക. നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കെടാ വിളക്ക് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം സ്കൂളിൽ നിന്ന് പ്രിൻ്റ് എടുത്ത് തരുന്നതാണ്. ഇനി അല്ലാത്തവർ ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ജസ്റ്റ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വിദ്യാർത്ഥിയുടെ പേര്,
രക്ഷിതാവിൻ്റെ പേര് എല്ലാം കൃത്യമായിട്ട് തെറ്റുകൂടാതെ എഴുതുക. കാരണം തെറ്റിക്കഴിഞ്ഞാൽ അപേക്ഷ നിരസിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഈ പറയുന്ന സ്കോളർഷിപ്പ് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ. വിദ്യാർത്ഥിയുമായിട്ടുള്ള ബന്ധം, അപ്പോൾ ഫാദറാണോ ഫാദർ, മദറാണോ മദർ, മതം, ജാതി, ക്ലാസ്, ജനനത്തീയതി, രക്ഷിതാവിൻ്റെ വാർഷിക വരുമാനം, അഡ്മിഷൻ നമ്പർ, അതിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്കൂളിൽ ചോദിക്കുക. പിന്നെ നിങ്ങളുടെ സെക്സ്, ആധാർ നമ്പർ, വിദ്യാർത്ഥിയുടെ പേരും മേൽവിലാസവും, പഠിക്കുന്ന സ്കൂളിൻ്റെ പേരും മേൽവിലാസവും, മുൻ വർഷത്തെ മാർക്ക് ഓർ ഗ്രേഡ്. അപ്പോൾ 90% മിനിമം ഉണ്ടായിരിക്കണം. ഇനി ഭിന്നശേഷി ഉണ്ടെങ്കിൽ അത് ഏത് തരം എന്നുള്ളത്. പിന്നെ സത്യപ്രസ്താവന രക്ഷിതാവ്. അപ്പോൾ അത് നിങ്ങളുടെ കുട്ടി ഈ രീതിയിൽ എല്ലാ കാര്യവും വായിച്ച് നിങ്ങൾ ഉറപ്പുവരുത്തുക. ശേഷം നിങ്ങൾ സ്ഥലം, തീയതി, വിദ്യാർത്ഥിയുടെ പേരും ഒപ്പം രക്ഷിതാവിൻ്റെ പേരും ഒപ്പം. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇവിടെയാണ് നെക്സ്റ്റ് 14-ാമത്തെ ബാങ്കിൻ്റെ പേര്. സ്വന്തം പേരുള്ള ബാങ്ക്, വിദ്യാർത്ഥിയുടെ സ്വന്തം പേരുള്ള ബാങ്ക് അക്കൗണ്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കുക. ശേഷം സാക്ഷ്യപത്രം. ഇതിൽ കൃത്യമായിട്ട് സ്ഥാപന മേധാവിയാണ് 90% മാർക്ക് വിദ്യാർത്ഥിക്ക് കിട്ടിയെന്ന് ഈ പറയുന്ന നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച സ്കൂൾ, അതായത് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിൽ കിട്ടിയെന്ന് ഹെഡ് മാസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പേജാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ളത്. ഈ അപേക്ഷ കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ലിസ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റീസ്, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ OBC ആർക്കൊക്കെയാണ്, അതായത് ഇവിടെ കാണാൻ സാധിക്കും ത്രൂ ഔട്ട് ദി സ്റ്റേറ്റ്. അതായത് ഇതിൽ കാണാൻ അമ്പലക്കാരൻ, അതായത് ഇത്രയും വിഭാഗത്തിൽപ്പെട്ടവർക്ക്. ഓക്കെ. ആര്യ, ഭണ്ഡാരി, ബില്ലവ പോയ, ദേവാടിക, അപ്പോൾ ഇങ്ങനെയുള്ള ഈയവ, തീയ, ഗട്ടിഗൗഡ. ഓക്കെ. അപ്പോൾ ഇത്രയും വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ലിസ്റ്റും നിങ്ങൾക്ക് കിടാവ് വിളക്കിൻ്റെ ഈ ഒരു പേജിൽ വന്നാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 44 വിഭാഗത്തിൽപ്പെട്ടവർക്ക് OBC കാറ്റഗറിയിൽപ്പെട്ടവർക്കാണ് ഈ ഒരു കിടാവ് വിളക്ക് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പിന് ഇപ്പോൾ തന്നെ എലിജിബിൾ ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യുക. അതേപോലെ അടുത്ത ഘട്ടത്തിൽ മാർഗ്ഗദീപം, അതേപോലെ മറ്റു എല്ലാ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള പരമാവധി എല്ലാ അപ്ഡേറ്റും നമ്മുടെ ചാനൽ ത്രൂ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം ഉറപ്പെടുത്തുകൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അടിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.